നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വീഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. ഈ വർഷത്തെ ആയില്യ നക്ഷത്രക്കാരുടെ വിഷുഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ പൊതുവെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം കാണുന്നത്. സർവാഭിഷ്ട സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതുപോലെ തന്നെ വിഷുവശാൽ നോക്കുന്ന സമയത്ത് 11 രൂപ ഒരു വരുമാനം ഉണ്ടെങ്കിൽ ചെലവും 11 രൂപയാണ്. അതായത് ചെലവും വരവും ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നൊരു വർഷമാണ്. എന്നാൽ ഒരു മിച്ചം വരുമാനത്തിൽ വർധനവിനുള്ളൊരു രീതി കാണുന്നില്ല. നല്ല വരുമാനം വർദ്ധിക്കാനുള്ള യോഗം ഉണ്ടെങ്കിലും ചിലവ് അതുപോലെ തന്നെ വർദ്ധിക്കാനാണ് യോഗമുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷത്തിൽ അനുകൂലമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കാണുന്ന ഒരു വർഷമാണ്. അപ്പോൾ ലോൺ എടുക്കുക പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അതുപോലെ ലൈസൻസ്, അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അനുകൂലമായി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു തൊഴിലെടുക്കുന്ന കമ്പനിയിലാണെങ്കിൽ ആ കമ്പനിയിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയും നമ്മളുടെ പ്രവൃത്തിയുടെ പ്രാവീണ്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂലമായിട്ട് 4 പേർ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ടും മറ്റുള്ളവരുടെ ബഹുമാനം ഏറ്റുവാങ്ങാനായിട്ടും സാധിക്കുന്നൊരു വർഷമായിട്ടാണ് കാണുന്നത്. അത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ മറ്റു മേഖലകളിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് ശ്രദ്ധേയമായ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നൊരു ഗുണഫലം കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ദൈവാധീനം നല്ല രീതിയിൽ വർദ്ധിച്ച ഒരു വർഷമാണ്. നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവവും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നൊരു അനുകൂലമായിരിക്കുന്ന ഗുണമായില്യ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബ സംബന്ധമായിട്ടും ചുറ്റുപാട് സംബന്ധമായിട്ടും ഈ വർഷത്തിൽ നല്ല ഗുണം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.